പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള, വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു ബജറ്റാണ് എന്നുള്ളതാണ്. ഞാനത് വളരെ പുരോഗമനമാണ് എന്ന് പറയാൻ പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത് ഈ നിലവിലുള്ള ഈ ക്ഷേമ സംവിധാനം ഉണ്ടല്ലോ, ആ സംവിധാനത്തെ ഒന്നും കൂടെ ഒന്ന് ശക്തിപ്പെടുത്തുന്നുണ്ട്. അതാണ് ഒരു കാരണം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. മറ്റൊന്ന്, ഈ ക്ഷേമകാര്യങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ ഈ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയും, സാമ്പത്തിക വളർച്ച, അത് കൈയൊഴിയുന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മളിനി ആദ്യത്തേലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ക്ഷേമ കാര്യങ്ങൾ വളരെയധികം എൻഹാൻസ് ചെയ്യുന്നുണ്ട്, വളരെയധികം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന്, നമ്മൾ ഇവർക്കൊക്കെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അത് അവരുടെ അവകാശമാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഈ സ്കിൽ വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ് ആയാലും അല്ലെങ്കിൽ അംഗൻവാടി വർക്കേഴ്സ് ആയാലും അവരുടെയൊക്കെ തന്നെ ഈ വേതനത്തിലുള്ള ചില വർധനവ്, അതോടൊപ്പം ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ 1000 കോടി രൂപയാണ് അധികം അതിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. അത് അങ്ങനെ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട് നമുക്കറിയാം. ആ അർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് അനുകൂലമായിട്ടല്ല അവർ നീങ്ങുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ഒരു കരുതൽ എന്ന രീതിയിൽ അത് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. പിന്നീട് ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റ് തൊഴിലാളി വിഭാഗങ്ങൾ, ഇവർക്കൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള സബ്സിഡി അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ, വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവർക്കൊരു അപകട ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കെയർ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ റോഡിലൊക്കെ പെട്ടെന്ന് ആളുകളൊക്കെ ഒറ്റപ്പെട്ടു പോയി, ഒരു ചെറിയ ആക്സിഡൻറ്റ് വന്നു ഒറ്റപ്പെട്ടു പോയി, അവരുടെ 5 ദിവസത്തെ കംപ്ലീറ്റ് ആരോഗ്യ സംവിധാനം അല്ലെ ആരോഗ്യ എക്സ്പെൻഡിച്ചറും അതും ഇതൊക്കെ സർക്കാരാണ് വഹിക്കുക. ഈ രീതിയിൽ ഞാൻ പറയുന്ന ഒരേ സമയത്ത് ആരോഗ്യമായാലും ശരി, വിദ്യാഭ്യാസമായാലും ശരി, ഇതിലൊക്കെ തന്നെയുള്ള ഈ ക്ഷേമ പദ്ധതികളുടെ ആ ഉള്ളടക്കം എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യം വീണ്ടും എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിഗ്രി തലത്തിൽ വരെ നമ്മൾ ആർട്സ് ആൻഡ് സയൻസിൻ്റെ വിദ്യാഭ്യാസം സൗജന്യമാക്കാൻ പോയിരിക്കുക. അത് വലിയൊരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ലളിതമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ കേരളത്തിൻ്റെ ഈ ക്ഷേമസങ്കല്പം അത് നമ്മൾ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. അതാണ് കേരള വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായിട്ട് നമ്മളെപ്പോഴും പറയാറ്. അതായത് സാമൂഹിക വികസനം എല്ലാ കാലത്തും സാധ്യമാകുന്നു, അത് നിലനിർത്തി പോകുന്നു. ഇപ്പോൾ അത് നിലനിർത്തുക മാത്രമല്ല ചെയ്യുന്നത്, അതിന് 2 തലം കൂടെ വന്നിരിക്കുകയാണ്. ഒന്നെന്താണ്, അത് കൂടുതൽ ആഴത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന ആ തുക വർദ്ധിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, അതിൻ്റെ ക്യാൻവാസ് കുറേ കൂടെ വ്യാപിച്ച് കിടക്കുകയാണിപ്പോൾ. നേരത്തെ ഇല്ലാത്ത ആളുകളെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ക്യാൻവാസ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ധനമന്ത്രി തന്നെ പറഞ്ഞതുപോലെ, ഈ മൊത്തം ജനസംഖ്യയിൽ ഏതാണ്ട് 30% ആളുകൾ ഈ രീതിയിൽ ഈ പെൻഷൻ ഈ കേസിൽ ഈ ഫ്രെയിംവർക്കിനകത്ത് വരികയാണ്. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ നമ്മൾ പണ്ടേ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അല്ല ഇതിങ്ങനെ എപ്പോഴും ഉള്ള പണം എടുത്തിട്ട് ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയോ? അങ്ങനെയല്ല. കാരണം അതോടൊപ്പം തന്നെ ഈ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്ന രീതിയും കൂടെ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പുതിയ ഗ്രോത്ത് എൻജിൻസ്, ഉദാഹരണത്തിന് ഇപ്പോൾ പുതിയ റെയിൽ സാധ്യത, RRT എന്ന് പറയും, അങ്ങനെ ഒരു റെയിൽ സാധ്യത അവിടെ മുന്നോട്ട് വരുന്നുണ്ട്. പിന്നെ ഈ റെയർ എർത്തിൻ്റെ കോറിഡോർ അത് വരുന്നുണ്ട് കേരളത്തിൽ തന്നെ. പിന്നെ IT പാർക്കുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് നേരത്തെ തന്നെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൂടാതെ പശ്ചാത്തല വികസന സാധ്യതകൾ നേരത്തെ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൂടാതെ നമ്മൾ പുതിയ സാധ്യതകളും കൂടെ എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റെയറസ് കോറിഡോറിൻ്റെയൊക്കെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര പൊട്ടൻഷ്യലാണ്. കാരണം ഒരുപക്ഷെ നമുക്ക് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കൊളാബറേഷൻ സാധ്യമാവും. അത് കാര്യമായിട്ടുള്ള ഇൻകം നമുക്ക് ഉണ്ടാക്കിത്തരും. ആ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വലിയൊരു ഗ്രോത്ത് എഞ്ചിനായിട്ട് വേണം നമ്മൾ ഈ RRTയെ കാണാൻ, പുതിയ റെയിൽസ് നമ്മൾ വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള റെയിൽ സിസ്റ്റത്തെ കാണാൻ.
അത് എക്സിസ്റ്റിംഗ് മെട്രോ ലൈന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, മറ്റു രീതിയിൽ അത് വ്യാപിപ്പിക്കാനും പറ്റും. ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് ഒരേ സമയത്ത് എക്കോണമിയുടെ ക്ഷേമ സാധ്യതകൾ ഉയർത്തുന്നു, അതോടൊപ്പം തന്നെ അതിനെ നിലനിർത്താൻ കഴിയുന്ന രീതിയിലുള്ള എക്കണോമിക് ഗ്രോത്ത് സാധ്യമാവുന്നു. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത്. രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത് ഇത് ഓൾ ഇൻക്ലൂസീവാണ്, എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. വിദ്യാർത്ഥികളാവട്ടെ, സ്ത്രീകളാവട്ടെ, വയോജനങ്ങളാവട്ടെ, എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ട്, കൂടുതൽ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഈ ബജറ്റിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ആരും ഒഴിഞ്ഞു പോയിട്ടില്ല. ഇനി വേറെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുന്നോക്ക വിഭാഗങ്ങൾ, അങ്ങനെയുമല്ല, അവരെയും പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് വിഭാവനം ചെയ്ത് ഇരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട വേറൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഈ പ്ലാൻ സൈസ് എന്ന് പറയും, അതായത് എത്രയാണോ നമ്മൾ പ്ലാൻ എക്സ്പെൻഡിച്ചറായിട്ട് നമ്മൾ കരുതി വെക്കുന്നത് ആ എമൗണ്ട്, അത് വളരെയധികം കൂടിയിട്ടുണ്ട് നമ്മളെ ഈ പുതിയ ബജറ്റിൽ. കമ്മി അർത്ഥത്തിൽ അധികം വർദ്ധിച്ചതായിട്ട് കാണുന്നില്ല, കാരണം നേരിയൊരു വർധനമുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ നിയമത്തിന് അനുസൃതമായി മാത്രമേ അത് നിൽക്കുന്നുള്ളൂ. പക്ഷേ അപ്പോൾ പോലും ഈ വർദ്ധിച്ച വരുമാനം നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അത് ഞാൻ നമ്മുടെ ധനമന്ത്രിയോട് തന്നെ നേരിട്ട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്യുകയുണ്ടായി. എങ്ങനെയാണ്? നമ്മൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മൾ പുതിയ സ്രോതസ്സുകൾ നമ്മൾ സാധ്യമാക്കും. ഉദാഹരണത്തിന് നമ്മൾ മുനിസിപ്പൽ ബോണ്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മളൊരു പുതിയ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുള്ള എല്ലാ സാധ്യതകളും നമുക്കുണ്ട്. അത് പിന്നെ നിയമത്തിന് അനുകൂലമാണ്, നിയമം നമ്മൾ അതിന് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ബോംബെയിലൊക്കെ അത് വളരെ കാര്യമായ രീതിയിൽ പണം മൊബിലൈസ് ചെയ്യുന്നതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സാധ്യത ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു പുതിയ ലാൻഡ് മുനിസിപ്പാലിറ്റി കണ്ടെത്തുന്നു, അവിടെ പുതിയ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യത അവർ വിഭാവനം ചെയ്യുന്നു, അതിന് വേണ്ടുന്ന പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി മുനിസിപ്പൽ ബോണ്ട് ഇറക്കുന്നു. അങ്ങനെയുള്ളൊരു സാധ്യതയാണ് അവിടെ കാണുന്നത്. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അടുത്ത ധനകാര്യ കമ്മീഷൻ്റെ നമ്മുടെ റിപ്പോർട്ട് നമ്മൾ ഏത് സമയത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിന് കിട്ടുന്ന പണം വർദ്ധിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നമ്മളെ പണം അത്രമാത്രം കുറച്ച് വെച്ചിരിക്കുകയാണ് അവർ. അപ്പോൾ ഇനി അതിൽ കുറയാൻ പറ്റില്ല, കുറക്കാൻ സാധ്യതയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് 3% കിട്ടിക്കൊണ്ടിരുന്നതാണ് കേന്ദ്രത്തിൻ്റെ ഈ ഡിവിസിബിൾ പൂളിൽ നിന്ന്. പക്ഷേ അത് നമുക്കറിയാം 1.8% കുറഞ്ഞു. അപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിന് കിട്ടാതിരുന്നത്, അല്ലെ കിട്ടിക്കൊണ്ടിരുന്ന തുകയിൽ കാര്യമായിട്ട് കുറവ് വരുത്തുകയും ചെയ്തു. അത് കേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേക എന്താ പറയുക, ഒരു ഫെഡറൽ അതോറിറ്റേറിയനിസം എന്നൊക്കെയാണ് ഞാനതിനെ വിളിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ഫെഡറൽ അതോറിറ്റേറിയനിസത്തിൻ്റെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ സൈദ്ധാന്തികമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് അത് ഫെഡറലിസമാണെന്ന് പറയും, പക്ഷേ പ്രായോഗികമായിട്ട് അത് ഭയങ്കര അതോറിറ്റേറിയനിസമാണ് അവിടെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഡിവിസിബിൾ പൂളിൽ കേന്ദ്രത്തിന് അനുകൂലമായ രീതിയിൽ വരുമാനം ഏതാണോ വർദ്ധിപ്പിക്കാൻ കഴിയുക അത് അവർ വർദ്ധിപ്പിക്കുന്നു. എന്നിട്ട് ആ ഡിവിസിബിൾ പൂളിൽ ഇങ്ങോട്ടേക്ക് വരുന്ന വരുമാനം കുറയുന്ന രീതിയിൽ ഈ സെസ്സും സർചാർജും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത് എന്താ പറയുക, അൺഈക്വലാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇപ്പോൾ കോർപ്പറേറ്റ് നികുതി കേന്ദ്ര സർക്കാർ ഭയങ്കരമായിട്ട് കുറച്ചു. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് നികുതി കുറച്ചപ്പോൾ ശരിക്കും ആ നികുതി ഡിവിസിബിൾ പൂളിൽ വരേണ്ടതാണ്, അതിൻ്റെ ഒരു ഷെയർ കേരളത്തിന് വരേണ്ടതാണ്. പക്ഷേ കേരളത്തിന് വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒന്ന്, കോർപ്പറേറ്റ് നികുതി കുറച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ കേന്ദ്രത്തിന് വൻ നഷ്ടമായി പോയല്ലോ എന്ന്. അതുമാത്രമല്ല, കേന്ദ്രം ആ നഷ്ടം നികത്തുന്നത് ഈ സെസ്സും സർചാർജും വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. അതാണെങ്കിൽ ഈ ഡിവിസിബിൾ പൂളിൽ വരുന്നുമില്ല. അപ്പോൾ കേന്ദ്രം വളരെ ഒരു അൺഈക്വലായിട്ടുള്ള, വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണ് പൊതുവെ തുടരുന്നത്. അത് ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണം വളരെ കുറവാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുതൽ തുക കിട്ടിയേ തീരൂ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഒരു സ്രോതസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ വരുമാനം നമുക്ക് കിട്ടും എന്നുള്ളത്. മൂന്നാമത്തെ ഒരു സ്രോതസ് എന്ന് പറയുന്നത് ഈ എക്കണോമിക് ഗ്രോത്താണ്. അതായത് നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 6%-ലധികമാണ്. അഖിലേന്ത്യാ ശരി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 7ഓളം വരും.
എന്നാലും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. അഖിലേന്ത്യാ തലത്തിലുള്ളതിൻ്റെ ഒപ്പത്തിനൊപ്പം നമ്മൾ നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, അന്താരാഷ്ട്ര തലത്തിൽ ഗ്രോത്ത് റേറ്റ് വളരെ കുറവാണ്. ഒരു 2%, 2.5% അങ്ങനെയൊക്കെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളെ എക്കണോമിക് ഗ്രോത്ത് സാമാന്യം ഭേദപ്പെട്ട രീതിയിലാണ് മുമ്പിലുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ എക്കോണമിയിൽ തന്നെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. നമ്മൾ വർദ്ധിച്ച ചിലവ് നമ്മൾ കാണിക്കുന്നതിൻ്റെ ഒരു പിന്നെ റീസൺസാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്കോണമിയിൽ ആ ഒരു ഉണർവ് ഉണ്ടാവും. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 2 കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഈ ബജറ്റിൽ വളരെയധികം ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ മിനിസ്റ്റർ തന്നെ പറഞ്ഞതുപോലെ ഈ കേരളത്തിലുള്ള സാധ്യതകൾ, തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആഗോളതലത്തിലുള്ള തൊഴിൽ സാധ്യതകളെ കേരളത്തിലെ യുവതലമുറയ്ക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന്, വിദ്യാഭ്യാസം കുറേ കൂടെ സൗജന്യമാക്കുന്നു, വിദ്യാഭ്യാസം കൂടുതൽ സ്കോളർഷിപ്പ് നൽകുന്നു. പിന്നെ പിന്നോക്ക ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക്, ന്യൂനപക്ഷ കുട്ടികൾക്ക് വിദേശത്ത് പോലും പഠിക്കാനുള്ള സംവിധാനം ചെയ്യുന്നു. അങ്ങനെ അതൊരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് വേണ്ടുന്ന സ്കില്ലിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ഊർജിതപ്പെടുത്തുന്നു. ഇപ്പോൾ ഗ്ലോബൽ സ്കിൽ സ്കൂൾ എന്നൊക്കെ രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ തന്നെ നമുക്കുണ്ട്, ഇവിടെ കേസ് ഉണ്ട്, അസാപ്പ് ഉണ്ട്, KDISC ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഇത് കുറേ കൂടെ ശാസ്ത്രീയമായ രീതിയിൽ ഈ നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങളും അതുപോലെ അത് വ്യവസായ മേഖലയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സാധ്യതകളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഈ എക്കോണമിയിൽ ഒരു ബൂസ്റ്റ് ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നിരന്തരം കാണുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളോട് ഉള്ള പരിഹാരവും കാണുന്നു. 2 കാര്യങ്ങളും കൂടെ ഞാൻ ഒന്ന് പറയാൻ വിചാരിക്കുന്നു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൊഴിലില്ലായ്മ എന്നുള്ള വിഷയം. അപ്പോൾ തൊഴിലില്ലായ്മ അർത്ഥത്തിൽ വളരെയധികം കുറച്ച് വന്നിട്ടുണ്ട് കേരളം. അതായത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് 11% തൊഴിലില്ലായ്മ നിരക്ക്. പക്ഷേ കുറച്ച് വർഷം മുമ്പേ കേന്ദ്രത്തിൻ്റെ തന്നെ കണക്ക് പ്രകാരം അത് 7% കുറഞ്ഞു. അതിനുശേഷം വീണ്ടും കുറഞ്ഞു. അപ്പോൾ ആ തൊഴിലില്ലായ്മ ഇനിയും കുറക്കാൻ നമുക്ക് ഈ പുതിയ ബജറ്റിലൂടെയും അതിൻ്റെ പ്രവർത്തനത്തിലൂടെയും കഴിയും എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയം, അല്ലെ എപ്പോഴും പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, നമ്മളെ പിന്നെ വിലക്കയറ്റമാണ്. വിലക്കയറ്റം വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. പക്ഷേ അതിന് നമ്മൾ വളരെ ഭംഗിയായി പിടിച്ചു നിർത്തുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ സപ്ലൈകോ എന്ന് പറയുന്നത് അങ്ങേയറ്റം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കേരളത്തിൽ. ആ സപ്ലൈകോന് കൊടുക്കുന്ന പണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സപ്ലൈകോൻ്റെ പുതിയ ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ പുതിയ സാധ്യതകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ മാർക്കറ്റ് വിലയിൽ നിന്നും ഒരു 30% കുറച്ചുകൊണ്ട് ഈ സപ്ലൈകോയിൽ സാധനങ്ങൾ വിൽക്കാൻ നമുക്കിപ്പോഴും കഴിയുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ ശക്തിപ്പെടുത്തണമെന്ന രീതിയിൽ ബജറ്റിൽ ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അപ്പോൾ വിലക്കയറ്റം നമുക്ക് ഇന്നുള്ള രീതിയിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആവാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല, കാർഷിക മേഖലയ്ക്ക് നമ്മൾ വളരെ വലിയൊരു വർധനവാണ് വരുത്തിയിട്ടുള്ളത് തുക. അപ്പോൾ എന്താണ് അതിനർത്ഥം കാർഷിക മേഖലയിലുള്ള ഉൽപ്പാദനം വർദ്ധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ വർഷം വളർച്ചാ നിരക്ക് അത്ര മോശമല്ല. നമ്മൾ പൊതുവേ കരുതുന്ന പോലെ കാർഷിക മേഖലയുടെ വളർച്ചാ നിരക്ക് സാമാന്യം ഭേദപ്പെട്ട വളർച്ചാ നിരക്കാണ്. അപ്പോൾ ഇതാണ് ഈ രീതിയിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആ അർത്ഥത്തിൽ വളരെയധികം മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, ഭരണനിർവഹണം അതിൽ കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ മൊത്തത്തിലുള്ള റവന്യൂ മൊബിലൈസേഷൻ കേരളത്തിൽ വർദ്ധിക്കും. അതിനനുസരിച്ചിട്ടുള്ള ചെലവും നമ്മൾ വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഒരു ചെലവെന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ പറയുന്ന പോലെ ഓൾ ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാവർക്കും ലഭ്യമാവുന്ന രീതിയിലുള്ള ഒരു പുനർവിതരണം. അതാണല്ലോ കേരള സർക്കാരിൻ്റെ ഒരു പ്രത്യേകത. പുനർവിതരണത്തിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റേറ്റാണിത്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഈ ബജറ്റ് നമ്മൾ നീക്കിക്കൊണ്ടു പോകുന്നത്. അതിനർത്ഥം ഈ കേരള ബജറ്റ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് അങ്ങേയറ്റം ട്രാൻസ്ഫോർമേറ്റീവാണ്, അതോടൊപ്പം തന്നെ അത് ഭാവി കേരളത്തെ കുറേ കൂടെ സുശക്തമാക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം.